മോർണിംഗ് സാർ. മോർണിംഗ്. ഹായ് അങ്കിൾ. നോക്ക്, ഈ സ്ഥലം വല്ലാതെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നേരാ, എനിക്കിവിടെ നിന്ന് പോകണമെന്നേ ഇല്ല അങ്കിൾ. പോകരുത്, ഒരിക്കലും പോകരുത്. പോകയില്ലെന്ന് അച്ഛനോട് പറ. ഞാൻ ഈ ഹോട്ടലിന് നീന ഹോട്ടൽ എന്ന് പേരിടാൻ തീരുമാനിച്ചു. എന്റെ പേരോ? അതെ, നീ എന്റെ മകളാണ്. അല്ല, ഞാൻ ഡാഡിയുടെ മോളാണ്. ആയിരിക്കാം, പക്ഷെ നീ എനിക്ക് എന്റെ മകളെ പോലെ. എനിക്ക് പിറക്കാതെ പോയ എന്റെ മകൾ. എന്തിനാ കരയുന്ന? പറയാം, വരൂ. മോളുടെ അമ്മ കിണറ്റിൽ വീണ് മരിച്ചു അല്ലേ? ഡാഡി പറഞ്ഞോ? പറഞ്ഞു. ഇനിയിപ്പോ ഈ ഡാഡി എന്ന് പറയുന്ന മനുഷ്യനും വല്ലതും സംഭവിച്ചാൽ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ. എന്തോ എനിക്കൊരു ഭയം. എന്ത് സംഭവിച്ചാലും മോൾക്ക് ഞാനുണ്ട്. അച്ഛനല്ലാത്ത മറ്റൊരച്ഛൻ. മനസ്സിലായോ? ഇല്ല. വരൂ, പറയാം. എല്ലാം ഓരോ നിമിത്തങ്ങളാണ്. ഞാൻ ഈ ഹോട്ടൽ വാങ്ങാൻ വന്നു. ഈ ഹോട്ടലിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന മോളെ കണ്ടു. എനിക്ക് ഈ ഹോട്ടൽ ഇപ്പൊ വേണ്ട. ഞാൻ എന്റെ മോളുടെ പേർക്ക് ഈ ഹോട്ടൽ വാങ്ങുകയാണ്. ഒരാഴ്ചക്കകം അഡ്വാൻസ് കൊടുക്കും. 1 മാസത്തിനകം രജിസ്റ്റർ ചെയ്യും. അച്ഛനോട് പറഞ്ഞേക്കും. മിസ്റ്റർ സത്യവ്രതൻ, നിങ്ങൾ ഈ കാണിക്കുന്നത് വിഡ്ഢിത്തമാണ്. നിങ്ങൾക്ക് ഭാര്യയില്ലേ, മക്കളില്ലേ? അവരുടെ പേർക്കല്ലേ സ്വത്തുക്കൾ വാങ്ങേണ്ടത്? അവരുടെ പേർക്ക് കോടിക്കണക്കിനുണ്ട് സർ. കൂട്ടത്തിൽ ഇതും കൂടെ ഇരിക്കട്ടെ എന്ന് വെച്ചൂടെ? ഇല്ല, എന്നെ തടയരുത്. ഇന്നോ നാളെയോ ഒന്ന് വെച്ച് മരിക്കാൻ നടക്കുകയാണ് നിങ്ങൾ. നിങ്ങളുടെ മകൾക്ക് ഒരു രക്ഷിതാവ് വേണ്ടേ? പറയൂ. നിങ്ങൾ സന്തോഷത്തോടെ മരിക്കണം. നീനയുടെ കാര്യങ്ങൾ എന്റെ കയ്യിൽ സുരക്ഷിതമാണെന്ന പൂർണ്ണ വിശ്വാസത്തോടെ മരിക്കണം. അതിനാണ് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ തന്നെ അവളുടെ പേർക്ക് സ്വത്തുക്കൾ വാങ്ങുന്നത്. എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളൊരു പ്രത്യേക മനുഷ്യനാണെന്ന് തോന്നുന്നു. അല്ല, മനുഷ്യത്തുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. ഓക്കെ, എന്നാണ് അഡ്വാൻസ് കൊടുക്കുന്നത്? എപ്പോ വേണമെങ്കിലും കൊടുക്കും. എത്രയാണ് അഡ്വാൻസ്? ഒരു 20 ലക്ഷം കൊടുത്തേക്കാം. എന്റെ ഒരു സന്തോഷത്തിന് പകുതി 10 ലക്ഷം ഞാൻ തരാം. 10 ലക്ഷം? സാർ എന്നെ പരീക്ഷിക്കുകയാണോ? നോക്കൂ, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇവിടെ ഇരിക്കുന്നു. അച്ഛനോടല്ല, അങ്കിളിനോടാണ് അവൾ ഐസ്ക്രീം വേണോന്ന് ചോദിക്കുന്നത്. പിള്ളയിൽ കള്ളമില്ല സാർ. അവൾ എന്റെ ഓമനയാണ്. നീനമോളെ, ഇവൾക്കിപ്പോ ഒരു നിമിഷം പോലും നിങ്ങളെ കാണാതിരിക്കാൻ വയ്യെന്നായിരിക്കുന്നു. എനിക്ക് അങ്കിളിന്റെ കോട്ടേജിൽ പോണോന്നും പറഞ്ഞു ഒരേ കരച്ചില. കരയും. എന്റെ സ്നേഹം കൊച്ചിന് മനസ്സിലായി. സാറ് പോയിക്കോളൂ. ഓക്കെ, ഗുഡ് നൈറ്റ്. ആ സാറേ, ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ സാറ് പറയുന്നതിലും ചില കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നി. അഡ്വാൻസിന്റെ പകുതി സാറ് തന്നോളൂ. ഞാനായിട്ട് സാറിന്റെ സന്തോഷം നശിപ്പിക്കരുതല്ലോ. താങ്ക് യു മിസ്റ്റർ സത്യവ്രത. താങ്ക് യു വെരി മച്ച്. നാളെ തന്നെ 10 ലക്ഷം തന്നേക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. വരട്ടെ. വരൂ, ഇരിക്കൂ. ഈശ്വര. എന്താ അങ്കിൾ? ഒന്നുമില്ല, ഈശ്വരനെ വിളിച്ച് പോയതാ. എന്റെ പെട്ടി പോയേ, എന്റെ പണം പോയേ, എന്റെ പെട്ടി പോയേ. എവിടെയാ പെണ്ണ്? എവിടെ?
കോട്ടേജ് 46-ലെ ആൾ എവിടെ? അവര് നൈറ്റിലെ കാലിപ്പണ്ണി പോയച്ചു സാർ. എന്റെ ഭഗവാനെ, എന്നാ സാർ? എന്റെ പണം, എന്റെ പെട്ടി. പണമാ? ഒന്നുമില്ല. ഒരു ലെറ്റർ ഉണ്ട് സാർ. പ്രിയപ്പെട്ട അങ്കിൾ, അങ്കിൾ ഉറങ്ങിയപ്പോൾ ഞാൻ പതുക്കെ എഴുന്നേറ്റു. പുറത്ത് അച്ഛൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ വാതിൽ തുറന്നു. അച്ഛൻ അകത്തേക്ക് വന്നു. അങ്കിളുടെ പെട്ടികൾ എടുത്ത് മുറി കൊണ്ടുപോയി. തുറന്നു നോക്കാനൊന്നും നേരം കിട്ടിയില്ല. പെട്ടിയിൽ പണം ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? ഞങ്ങൾ പോകുന്നു. അച്ഛന് ക്യാൻസർ ആണെന്ന് പറഞ്ഞത് ചുമ്മാതാ. ബിസിനസ് പൊളിഞ്ഞ് നട്ടം തിരിഞ്ഞ് നിൽക്കുമായിരുന്നു. അതൊക്കെ ഒന്ന് ശരിയാക്കണം. അങ്കിളും ഒരു ഫ്രോഡാണെന്ന് അച്ഛൻ പറയുന്നത് നേരാണ് അങ്കിൾ. അതുകൊണ്ടാ ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഓക്കെ, ഗുഡ് ബൈ. സാർ, വീക്കിലി ബില്ല് സാർ, 20,000 രൂപ. ഇപ്പൊ വന്ന് കൊടുക്കണേ. എന്നാ സാർ ഒരു മാതിരി ആയിരിക്കീங்க? എന്റെ അച്ഛൻ ചത്തെന്ന് പറഞ്ഞ് കമ്പി വന്നു, അതിനാൽ ഒരു മാതിരി ആയിരിക്കും. അടിപിടിക്കോ ബഹളത്തിനോ വന്നതല്ല. മരുന്ന് വാങ്ങാൻ കാശില്ല. നിന്നെ അന്വേഷിക്കാത്ത സ്ഥലമില്ല. പട്ടിണിയാണ് ധർമ്മ. ഒരു 50 രൂപ സാധിച്ചാൽ 100, അത്രേ വേണ്ടൂ. നീ തരണം. ഞാൻ ചെയ്തത് ചതിയാണ്, കൊടും ചതി. ഇങ്ങനെ പരസ്പരം ചതിച്ച് ചതിച്ച് നമ്മുടെ വർഗം തന്നെ നാശോന്മുഖമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം പോയി. മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ ആയെന്ന് പറഞ്ഞതുപോലെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ നിൽക്കുകയാണ് ഞാൻ. 10 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലാത്ത ഒരു കൊച്ചു പിശാച്ച് എല്ലാം പറ്റിച്ചുകൊണ്ട് പോയി. അവളുടെ തലമുറ വളർന്നു വരുന്നതിന് മുമ്പ് നമ്മൾ വേറെ വല്ല പണിയും നോക്കുന്നതാണ് നല്ലത്. ആ പണം നിന്റേലായിരുന്നെങ്കിൽ നിനക്കെങ്കിലും ഒരു നല്ല ജീവിതം കിട്ടിയേനെ. ഞാനാ തെറ്റുകാരൻ. വികാരത്തെ നിയന്ത്രിക്കൂ ധർമ്മ. ആത്മവിശ്വാസം കൈവിടരുത്. ഈ രാജ്യത്ത് ഇനിയും കറൻസി നോട്ടുകൾ അച്ചടിക്കുന്ന യന്ത്രങ്ങൾ പ്രവർത്തിക്കുമെങ്കിൽ നമ്മൾ തോൽക്കില്ല. ഒരു ശക്തിക്ക് നമ്മളെ തോൽപ്പിക്കാൻ ഒക്കുകയല്ല. ഇത് സത്യം. ഇവിടെ ഇപ്പൊ 20,000 രൂപ കൊടുക്കണം. അത്രയല്ലേ ഉള്ളൂ. സാരമില്ല, ഞാൻ കൊടുക്കാം. വാ. അയ്യോ, ആ കാണുന്ന എന്താ? അതാണ് മെയിൻ ഗേറ്റ്. ഓഹോ, ഓടിക്കോ. വാടാ. നിൽക്കക്കള്ളിയില്ലാതെ വരുമ്പോ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂന്ന് നിനക്കറിവുള്ളതല്ലേ? എന്റെ മനസ്സും ബുദ്ധി മരവിച്ചു പോയി. ആ, ഇനി ഈ പരിസരത്ത് എന്തായാലും നിൽക്കണ്ട. കണ്ടോ? പെണ്ണും പിള്ളെ തല്ലാൻ കേരളത്തിൽ എങ്ങും സ്ഥലം ഇല്ലാഞ്ഞിട്ടാണോ താൻ മദ്രാസ് കടപ്പുറത്ത് കൊണ്ടിട്ട് തല്ലുന്ന ചെറ്റേ? ഓ, എഴുന്നേറ്റ് പോടോ. എന്തൊരു ബലവാ. മാറ്റി പിടിച്ചു ഇവനാ പഴയ ചാൻസ് അല്ലേ? നമസ്കാരം. സിപ്പിച്ചേട്ടനും ചൊപ്രച്ചേട്ടനും ഇവിടെ ലൊക്കേഷൻ നോക്കാൻ ഇറങ്ങിയതായിരിക്കും. ഇവർ രണ്ടുപേരും എന്റെ ഗുരുക്കന്മാരാ. നിങ്ങളെല്ലാരും പോയിക്കേ. മാറി ബ്രേക്ക്. സാർമാർ വന്നട്ടെ. വരണം സാർ. ഞാനിപ്പോ ഒരു സിനിമാ സംവിധായകനാണ്. അത്ഭുതം തോന്നുന്നുണ്ടാവും അല്ലേ?
അഭിനയിക്കാൻ നടന്നു, അവസരം കിട്ടിയില്ല. കഥ എഴുതാനോ പാട്ട് എഴുതാനോ ഉള്ള കഴിവില്ല. എഡിറ്റിംഗ് അറിയില്ല, ക്യാമറ അറിയാനേ വയ്യ, ഒരു ചുക്കും അറിയില്ല. അപ്പോ പിന്നെ ഒരു സിനിമാ സംവിധായകനാണ് ബുദ്ധി എന്ന് മനസ്സിലായി. എന്റെ ആദ്യ പടത്തിന്റെ ഷൂട്ടിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. നമ്പർ 1 തിരമാലകളുടെ തീരം, മദ്രാസ് സൗത്ത്. ഇതൊരു സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരിക്കും. ആവട്ടെ, ഞങ്ങൾ രണ്ടുപേരോടും നന്ദി പറഞ്ഞ് എന്തിനാണെന്ന് മനസ്സിലായില്ല. ഹും, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളാണ് എന്റെ ഗുരുക്കന്മാരെന്ന്. അതാണ് പറഞ്ഞത്, മനസ്സിലാവുന്നില്ലെന്ന്. ആളുകളെ പറഞ്ഞ് പറ്റിക്കുന്ന വിദ്യ നിങ്ങളാണ് എന്നെ പഠിപ്പിച്ചത്. ആ വിദ്യയിലൂടെയാണ് ഈ പടത്തിന്റെ പ്രൊഡ്യൂസറെ ഞാൻ വീഴ്ത്തിയത്. 2 ലക്ഷം രൂപ മതി പടം തുടങ്ങാൻ എന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ചു. അയാളെ വിശ്വസിച്ചു. ദേ ഇപ്പൊ 11 ലക്ഷം രൂപയായി. ഇനിയിപ്പോ അയാൾക്ക് കിട്ടേച്ച് പോകാൻ പറ്റുമോ? അല്ല, സ്വർണമാലയൊക്കെ വിറ്റോ? സുഹൃത്തെ, എല്ലാം തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് ഞങ്ങൾ. കട്ടത് ചുട്ടുപോകുമോ എന്നൊരു പഴമൊഴിയില്ലേ? ഒരു കാലിച്ചായ വേണേല് ഇനി വല്ലതും കട്ടിട്ട് വേണം. സന്തോഷം. ദോ ചോറോക്കി കഹാനി അല്ലേ? അതിന്റെ അർത്ഥം പിന്നെയാ എനിക്ക് മനസ്സിലായത്. ഞാൻ ഡെയിലി പിച്ചക്കാർക്ക് ഒരു 100 രൂപയെങ്കിലും കൊടുക്കാറുണ്ട്. ഇതാ 50 രൂപയുണ്ട്, വെച്ചോ. അല്ലേ? ഇതിപ്പോ തിരിച്ചടികളുടെ കാലമാണെന്ന് തോന്നുന്നു ധർമ്മ. എന്തു കുന്തമായാലും തൽക്കാലം 4 ഇഡ്ഡലി കഴിക്കാനുള്ള വകുപ്പായല്ലോ. വാ. ആ. ആ. നീ ഗൂർഖയെ മാനേജ് ചെയ്തോണം. കാറിന്റെ ഡോർ തുറക്കാൻ ഏറി വന്ന 1 മിനിറ്റ്, അതല്പം മുന്നോട്ട് തള്ളാൻ 1 മിനിറ്റ്, പിന്നെ എല്ലാം മിന്നൽ വേഗത്തിലായിരിക്കണം. ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്യുന്നു, നീ ഗൂർഖയെ ചാർജ് ചെയ്യുന്നു, ഗേറ്റ് തുറക്കുന്നു. അപ്പോഴേക്കും കാർ ഗേറ്റിലെത്തിയിരിക്കും. നീ ചാടിക്കയറുന്നു, രക്ഷപ്പെടുന്നു. ഓക്കെ? ആ, എന്താടാ നീ ആലോചിക്കുന്നത്? ഒന്നുമില്ല. എനിക്കറിയാം നേർക്ക് നേരെയുള്ള മോഷണം നിനക്ക് താല്പര്യമില്ലെന്ന്. പക്ഷെ തൽക്കാലം ആ ചിന്ത വിട്ടുകള. ഇതോടുകൂടി നമ്മൾ ഈ ഏർപ്പാട് അവസാനിപ്പിക്കുകയാണ്. കാറ് വിറ്റ് കിട്ടുന്ന കാശ് അതെത്രയായാലും, അതുകൊണ്ട് നമ്മളൊരു ശാന്ത ജീവിതം കെട്ടിപ്പടുക്കും. ആലോചിക്കാൻ സമയമില്ല, ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. Come on, action and start.
അവിടെ? അവരെ പിടിച്ച് കെട്ടറാ. இந்த வீடு எங்கன்னு கொஞ்சம் சொல்லி கொடுக்குமா? அதோ பாத்தீங்களா, அங்கதான். രാജു, നിന്റെ ശിക്ഷ തീർന്നോ? ഇനിയും 3 മാസം കിടക്കേണ്ടിയിരുന്നതാ. നല്ല നടപ്പിന് ശിക്ഷ ഇളവേത് കിട്ടി. നീ ഇവിടെ? പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുക്കുന്നു. 5-6 ഏക്കർ കൃഷിഭൂമിയുണ്ട്. നീ തന്നതാണ് എനിക്ക് പുതിയ ജീവിതം. പോലീസുകാർ അടിച്ചു ചതച്ചപ്പോ നീ എന്റെ പേര് പറഞ്ഞില്ല. എല്ലാ കുറ്റവും സ്വയം ഏറ്റെടുത്ത് നീ ജയിലിൽ പോയി. നിന്റെ പേര് പറഞ്ഞാൽ എന്റെ ശിക്ഷയിൽ ഇളവ് കിട്ടൂ. അതുകൊണ്ട് അതൊരു വലിയ ത്യാഗമൊന്നുമല്ല. ഈ കൃഷിസ്ഥലമൊക്കെ എങ്ങനെ ഒപ്പിച്ചു? എല്ലാം അങ്ങനെ അങ്ങ് സംഭവിച്ചു. ഒരു അടിത്തറ ഉണ്ടാക്കാൻ ഒരാൾ എന്നെ സഹായിച്ചിരുന്നു. ഇതൊന്നും നീ കത്തിൽ എഴുതിയിരുന്നില്ലല്ലോ. ഇത് മാത്രമല്ല, പലതും എഴുതിയില്ല. നിന്നെ ഒന്ന് അത്ഭുതപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ചേട്ടാ, അതേതാ ഒരു സ്ത്രീ ശബ്ദം? അതാണ് നീ കാണുന്ന 2ാമത്തെ അത്ഭുതം. പത്രം എവിടെയാ വെച്ചത്? നീ അറിഞ്ഞിട്ടില്ലാത്ത ഒരു പാപം ഞാൻ ചെയ്തിരുന്നു ആ കുട്ടിയോട്. പിന്നീട് തെറ്റുകളേറ്റു പറഞ്ഞു. അച്ഛനമ്മമാർ എതിർത്തിട്ടും എന്നെ സ്നേഹിച്ചു പോയിരുന്ന അവൾ എന്നോടൊപ്പം പോന്നു. അതൊക്കെ വിശദമായിട്ട് പറയാം. ആ കാണുന്ന വീടും സ്ഥലവും ഞാൻ നിന്റെ പേർക്ക് വാങ്ങിയിട്ടുള്ളതാ. ഇത് ദൈവം നമുക്ക് തന്ന 2ാം ജന്മമാണ്. ഇതെങ്കിലും നമുക്ക് മനസ്സമാധാനത്തോടെ ജീവിച്ചു തീർക്കണം. ജീവിക്കണം, നമുക്ക് ജീവിക്കണം.